ബ്ലസ്സി സംവിധാനം ചെയ്ത ബെന്യാമിൻ്റെ ആടുജീവിതം പുറത്തിറങ്ങിയതോടെ ഒരുപാട് പേർ സമാന അനുഭവങ്ങൾ ഉള്ളവരായി നമുക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. ഏറ്റവും അവസാനം ആടുജീവിതത്തിൽ നജീബിനെ പോലെ തനിക്കും മരുഭൂമിയിൽ ദുരിതയാത്രയായിരുന്നു എന്ന് പറയുന്ന ഒരാൾ കൊല്ലത്തുനിന്ന് വരുന്നു. പ്രാരാബ്ധങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ 23-ാമത്തെ വയസ്സിൽ സൗദി അറേബ്യയിൽ ചെന്നതാണ് അനിൽ. ഏകാന്തതയുടെ വേട്ടയാടൽ അനിലിന് നൽകിയത് സമാനതകളില്ലാത്ത ദുരിതങ്ങൾ. 1996-ൽ 23-കാരനായ അനിൽ സഹോദരിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട കടങ്ങൾ വീട്ടാനാണ് അടുത്ത ബന്ധുവിന്റെ സഹായത്തോടെ സൗദി അറേബ്യയിൽ ചെന്നിറങ്ങുന്നത്. തലയ്ക്കു മുകളിലെ കടങ്ങൾ വീട്ടാമെന്ന പ്രതീക്ഷയായിരുന്നു കടൽ കടന്നുള്ള ആ യാത്രയ്ക്ക് പിന്നിൽ. പഴയ ടെന്റും 500ഓളം വരുന്ന ആടുകളെയും കണ്ടപ്പോഴാണ് അനിലിന് തന്റെ ജോലി എന്തെന്ന് മനസ്സിലായത്. തിരികെ പോകാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. ഞാനെൻ്റെ 23-ാമത്തെ വയസ്സിലാണ്, 96-ൽ. ആ സമയത്താണ് ഞാൻ ഈ സൗദിയിലെ മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയെന്നാണ് പറയേണ്ടത് കറക്റ്റായിട്ട്. കാരണം ജോലിക്കായിട്ട് പോയെങ്കിലും ഈ ആട്ടിറത്തിട്ടുന്ന ജോലിയായിരുന്നു അവിടെ കിട്ടിയത്. അവിടെ മരുഭൂമിയിലാണ്. റോഡ് വിട്ട് 80 കിലോമീറ്റർ ഉള്ളിൽ നടുക്ക് ഞാനും ഒരു 500 ആട് മാത്രമായിട്ടുള്ള സാഹചര്യമായിരുന്നു. 500 ആട് ഞാൻ മാത്രമേ ഉള്ളൂ ആ മനുഷ്യനായിട്ട്. ബാക്കി 500 ആടുകൾ മാത്രമുണ്ട്. കണ്ണെത്താത്ത ദൂരത്തോളം മരുഭൂമിയാണ്. കൂട്ടിനൊരു മനുഷ്യജീവിയോ മിന്നാമിനുങ്ങിന്റെ വെളിച്ചമോ ഇല്ലാതെ കരഞ്ഞു നിർത്ത ആ രാത്രികൾ സമ്മാനിച്ച ഭീതി അനിലിന്റെ കണ്ണുകളിൽ ഇന്നുമുണ്ട്. തിരികെ പോകണമെങ്കിൽ ടിക്കറ്റിന്റെ പണമടക്കം നൽകണം. 2 വർഷത്തിലധികം നീണ്ട പൊള്ളുന്ന അനുഭവങ്ങളുടെ തുടക്കമായിരുന്നു അതെന്ന് അനിൽ പിന്നീടാണ് മനസ്സിലാക്കിയത്. മരുഭൂമിയുടെ വിജനതയിൽ വീശിയടിക്കുന്ന കാറ്റിന്റെ ഇരമ്പലും ആടുകളുടെ കരച്ചിലും മാത്രം കൂട്ട്. ചൂടുകാലത്ത് ചോരവരെ തിളയ്ക്കുകയും തണുപ്പ് കാലത്ത് അസ്ഥിവരെ മരവിക്കുകയും ചെയ്യുന്ന മരുഭൂമിയിൽ മണിക്കൂറുകളോളം ആടുകൾക്ക് പിറകെ നടക്കണം. വർഷങ്ങൾക്കിപ്പുറവും മരുഭൂമിയിലെ ഓർമ്മകൾ അനിലിനെ ചുട്ടുപൊള്ളിക്കുന്നു. 20 വർഷമായി എനിക്ക് അനിയൻ എടുത്തിട്ട്, 19 വർഷം കഴിഞ്ഞ്. ഇത്രയും വർഷം ഇവർക്കാർക്കും അറിയത്തില്ല ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നു. എൻ്റെ അടുത്ത സുഹൃത്തുക്കൾക്ക് അറിയാം, എൻ്റെ വീട്ടുകാർക്ക് അറിയാം. എന്നെ പുറത്തോട്ട് ഞാനത് പറയാനും പോയിട്ടില്ല. സിനിമ കാണണമെന്നുള്ളത് വേറൊരു ഉദ്ദേശമായിരുന്നു. ആ സിനിമയ്ക്കകത്ത് ഈ ഫ്രെയിം കാണിക്കുമല്ലോ, നമ്മൾ ആടും മരുഭൂമിയും നമ്മൾ ജീവിച്ചൊരു സ്ഥലത്തിൻ്റെ അതൊന്നുകൂടെ ഒന്ന് കാണുന്നുള്ള വലിയ അത് വലിയനായിട്ട്. അല്ലാതെ എനിക്ക് നോവൽ വായിച്ച കഥ എനിക്കറിയാം, അത് അറിയാം. പക്ഷേ അത് ആയിരുന്നു എനിക്ക് വലിയൊരു ഉദ്ദേശം. ക്യാമറാമാൻ രാജ്കിരണിനൊപ്പം അരുൺ രാജ്, 24 കൊല്ലം. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.